ലക്ഷ്മി നടത്തിയ പരാമർശ സമയത്ത് അഭിഷേകിന്റെ കൈയുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സംശയിക്കാൻ പറഞ്ഞുതരാം ഞാനത്. അഭിഷേകിന് ഒരു മാസീവ് അറ്റൻഷൻ വന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാസീവ് അറ്റൻഷൻ വന്നത് ഈ വിഷയത്തിൽ തന്നെയാണ്. അഭിഷേകിന് ആളുകൾ കണ്ടതും യെല്ലോ കാർഡ് കിട്ടുന്നത് വരെയും ഉള്ളത് അഭിഷേകിന് കിട്ടിയ സ്വീകാര്യത തന്നെയാണ്. അതേസമയം അതേപോലത്തെ ഒരു സാധനം ഇവിടെ പെണ്ണുങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരോ പ്രോപ്പറായിട്ട് പ്രൊപ്പഗൻഡ ഉണ്ടാക്കി പറഞ്ഞു വിട്ട ഒരു ഐറ്റം ആണ് ലക്ഷ്മി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോ എനിക്കറിയില്ല എന്താണെന്ന്, നിങ്ങള് പറഞ്ഞ പണി ചെയ്യുന്നോ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. അല്ല, പക്ഷെ അവിടെ ഓൾറെഡി വന്നു, ഫിലിം പ്രൊമോഷൻ വന്നു. ഇപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും സംഭാഷണം കാര്യങ്ങൾ നടക്കുക നമുക്ക് കാണാൻ പറ്റത്തില്ല, ചിലപ്പോ എഡിറ്റ് ആയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് അഭിഷേക് അവിടെ വന്നതിന്റെ വൈകുന്നേരം സംഭവിക്കുന്ന വിഷയമായത് കൊണ്ട് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. ഇതിന്റെ അപ്പുറത്തൊരു കാരണം അല്ല ക്ലൂ കൊടുത്തതാ, അത് അഭിഷേക് ചെയ്യിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അഭിഷേക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എന്തിനിങ്ങനെ വെറുതെ നിൽക്കണെന്ന് ചോദിച്ചാൽ മതിയല്ലേ, എന്തിനാ വന്നത് നാണം കെടുത്താനാണ്. അങ്ങനെ എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വരുന്നത് പ്രതികരിച്ചിട്ട് വരുന്നത് ആന്റി ഇതായിട്ടല്ലോ, കമ്മ്യൂണിറ്റി ആകാമല്ലോ. ഇപ്പൊ അഭിഷേക് എങ്ങനെയാ വന്നത്? അത് പറഞ്ഞിട്ടാ വന്നത് ഓൾറെഡി. അഭിഷേക് ആന്റി LGBT കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനമൊന്നും അല്ല വെച്ചിട്ടുണ്ട്. ആളുടെ വരവിൽ എന്നെ വൈൽഡിൽ വരുമ്പോ തന്നെ ആദ്യമേ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്. അതല്ല, അഭിഷേക് ആർട്ടിസ്റ്റ് തന്നെയാണ് അഭിഷേക് അവിടെ വന്ന് തന്നെ ആദ്യമേ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ലക്ഷ്മി ആർട്ടിസ്റ്റ് ട്രാക്ക് സംഭവമല്ല, അഭിഷേക് വന്നിട്ട് അത് പറയുന്നേ. അതാ പറഞ്ഞേ, ലക്ഷ്മിയോട് വന്നിട്ടും അങ്ങനെ സാധനം പറഞ്ഞിട്ടില്ല. മേ ബി അത് സിറ്റുവേഷൻ നോക്കി ഇരുന്നിട്ടുണ്ടാവും. അപ്പോഴതിന്റെ ഇടയിലായിരിക്കും ഈ ഒരാഴ്ച കഴിഞ്ഞല്ലോ. പക്ഷെ എനിക്ക്